മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം അവഗണനയിൽ. കളിയാരവങ്ങൾ നിലച്ചതോടെ സ്റ്റേഡിയം കാടുകയറി തുടങ്ങി. കൂടെ വാഗ്ദാനം ചെയ്ത ഇൻഡോർ സ്റ്റേഡിയവും സിന്തറ്റിക് ട്രാക്കും ഫ്ലഡ് ലൈറ്റും യാഥാർത്ഥ്യമായില്ലെന്നു മാത്രമല്ല, ഉള്ളത് തന്നെ നശിച്ചു തുടങ്ങി. 2014 ഫെഡറേഷൻ കപ്പ് വേദിയായിരുന്നു ഇത്. 20,000 പേർക്ക് ഇരുന്ന് കളി കാണാനുള്ള സൗകര്യം. 18 കോടി രൂപ ഈ സ്റ്റേഡിയത്തിനായി ചെലവഴിച്ചു. പിന്നെ പുല്ല് പിടിപ്പിക്കാൻ മാത്രം 15 ലക്ഷം വേറെയും. മഞ്ചേരി നഗരസഭ ഇടതുഭരിച്ചിരുന്ന കാലത്താണ് പദ്ധതിയെത്തുന്നതും സ്ഥലമേറ്റെടുത്തു നൽകുന്നതും. ഇടതുപക്ഷ മുന്നണി മഞ്ചേരി നഗരസഭ ഭരണം കൈയാളുമ്പോഴാണ് 25 ഏക്കർ സ്ഥലം എക്വയർ ചെയ്തിട്ടത്. അസൈൻ കാരാട് ചെയർമാനായിട്ടുള്ള നഗരസഭ അധികൃതരാണ് ഈ ഭൂമി ഇവിടെ ഏറ്റെടുത്തത്. ഈ സ്റ്റേഡിയത്തിനുള്ള തുടക്കം കുറിച്ചത് മഞ്ചേരി നഗരസഭയിൽ LDF ഭരിക്കുമ്പോഴാണ്. അതൊക്കെ മറക്കാനൊന്നും ഈ നാട്ടുകാർ തയ്യാറല്ല. ഇപ്പോൾ കളിയാരവങ്ങളില്ല. പലയിടത്തും കാട് കയറി തുടങ്ങി. കൂടെ പ്രഖ്യാപിച്ച ഇൻഡോർ സ്റ്റേഡിയവും സിന്തറ്റിക് ട്രാക്കും ഫ്ലഡ് ലൈറ്റും യാഥാർത്ഥ്യമായില്ലെങ്കിലും ഉള്ള സ്പോർട്സ് ഹോസ്റ്റൽ കെട്ടിടം നാശത്തിന്റെ വക്കിൽ. കളപറിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൂലി പോലും കുടിശ്ശികയായി. നോക്കി നടത്താൻ ചെലവാകുന്ന 2 ലക്ഷം രൂപ പോലും ഉണ്ടാക്കാൻ ഒരു വഴിയുമില്ല. മലപ്പുറത്തിന്റെ ഫുട്ബോൾ സ്വപ്നങ്ങൾക്ക് ഏറെ പ്രതീക്ഷ നൽകിയ മഞ്ചേരി സ്റ്റേഡിയമാണ് ഇവിടെ അനാഥമായി കിടക്കുന്നത്. മഞ്ചേരി പയ്യനാട് നിന്നും ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ് ചെയ്യുന്നുണ്ട് ഈ വാർത്തയുടെ വിവരങ്ങളുമായി. സാലിഹ്, ഫുട്ബോളിന്റെ കാര്യം പറയുമ്പോൾ നമ്മളുടെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് അഹങ്കാരം കൊള്ളുന്ന മലയാളിയാണ്. ഇങ്ങനെ ഒരു പക്ഷേ വലിയൊരു പ്രതീക്ഷയാകുമായിരുന്ന ഒരു സ്റ്റേഡിയം ഇങ്ങനെ നശിച്ചു പോകുന്ന ഒരു വക്കിലേക്ക് കൂടി പോകുന്ന ഒരു കാഴ്ച കാണേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. സാലിഹ്, എവിടെ നിന്നാണ് ഇങ്ങനെ വലിയൊരു അവഗണന ഉണ്ടാകുന്നത്? നമ്മളുടെ അന്വേഷണത്തിൽ വ്യക്തമായ കാര്യങ്ങൾ എങ്ങനെയാണ് സാലിഹ്? സൗമ്യ, മലപ്പുറത്തിന് ഏറെ പ്രതീക്ഷയായിരുന്നു മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം വരുന്നത്. ഇവിടെ ഫെഡറേഷൻ കപ്പ് മത്സരം 2014 വരുന്നു. ഇത് വലിയ ആവേശമായി അരീക്കോടും മഞ്ചേരിയും എല്ലാം വലിയ ആവേശം സൃഷ്ടിച്ചിരുന്നു. എന്നാൽ പിന്നെ ഈ സ്റ്റേഡിയം പ്രാദേശികമായി കളിക്കാൻ പോലും തുറന്നു കൊടുക്കാതിരിക്കുന്ന ഈ സ്റ്റേഡിയം നശിച്ചു പോകുന്നതാണ് പിന്നെ കണ്ടത്. ഇത് 1-2 കായിക പരിശീലനത്തിന് വേണ്ടി 1-2 തവണ നൽകിയതല്ലാതെ പിന്നെ ഈ സ്റ്റേഡിയം തുറന്നു കൊടുക്കുക പോലും ഉണ്ടായില്ല. 15 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുല്ല് പിരിച്ച മൈതാനത്ത് കള കയറി നശിച്ചിട്ടുണ്ട്. ഈ കള പറിക്കാനുള്ള തുക പോലും ഇപ്പോൾ കുടിശ്ശികയായി കിടക്കുകയാണ്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്താണ് ഇത്തരത്തിലൊരു സ്റ്റേഡിയത്തിനുള്ള നീക്കങ്ങൾ തുടങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി അന്ന് മഞ്ചേരി നഗരസഭ അധികൃതർ തന്നെ ഇത് ഏറ്റെടുത്ത് നൽകുകയും ചെയ്തു, ഭൂമി ഏറ്റെടുത്ത് നൽകുകയും ചെയ്തു. എന്നാൽ പിന്നീട് കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്തായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം നടക്കുന്നത്, ഇതിലേക്കുള്ള റോഡുകൾ വരുന്നത്. തുടർന്ന് ഫെഡറേഷൻ കപ്പോടുകൂടെ അടച്ചിട്ട സ്റ്റേഡിയം പിന്നീട് നശിക്കുകയാണ്. ഇതോടൊപ്പം പ്രഖ്യാപിച്ച സ്പോർട്സ് ഹോസ്റ്റലും പൂർണ്ണമായും കാട് കയറി തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്റ്റേഡിയത്തോടൊപ്പം പ്രഖ്യാപിച്ചിരുന്ന ഇൻഡോർ സ്റ്റേഡിയം, സിന്തറ്റിക് ട്രാക്ക് ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല. മത്സരങ്ങൾ നടത്തണമെങ്കിൽ ഫ്ലഡ് ലൈറ്റ് പോലും ഇപ്പോഴും വാടകയ്ക്ക് കൊണ്ടുവരുന്ന സാഹചര്യമാണ് നിലവിലുണ്ടായിരുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് സ്റ്റേഡിയം വീണ്ടും അവഗണിക്കപ്പെടാൻ ഇടയായത്. സാലിഹ, ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഇതിന്റെ മെയിന്റനൻസും മറ്റു കാര്യങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട ചുമതല ആർക്കാണ് നൽകിയിരിക്കുന്നത്? നഗരസഭ ഡയറക്ടർ ഇതിൽ ആയിരുന്നോ ഇതിൽ തീരുമാനങ്ങൾ എടുക്കാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ നടപ്പാക്കാനുള്ള ചുമതല ഉള്ളത്? സൗമ്യ, സ്പോർട്സ് കൗൺസിലിന്റെ അധീനതയിലാണ്. സ്പോർട്സ് കൗൺസിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇതിന് തുക വകയിരുത്തേണ്ടത് സർക്കാരുമാണ്. എന്നാൽ കഴിഞ്ഞ 3 വർഷമായി സർക്കാർ ഇതിനു വേണ്ടി പ്രത്യേക തുകയൊന്നും അനുവദിച്ചിട്ടില്ല. ഇതൊക്കെ കാരണമാണ് ഇതിന്റെ മറ്റു മെയിന്റനൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വൈകിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. സ്പോർട്സ് കൗൺസിൽ അധികൃതരും ഇതിന് മുൻകൈ എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയകുമാർ സ്പോർട്സ് മന്ത്രിയായിരിക്കെയാണ് ഇത്തരത്തിൽ ഒരു വലിയ സംരംഭം മഞ്ചേരിയിൽ വരുന്നത്, വലിയ പ്രതീക്ഷകൾ നൽകുന്നത്. എന്നാൽ അതെല്ലാം തുടർന്ന് ഇല്ലാതാവുന്ന ഒരു സാഹചര്യമാണ്. കേരളത്തിൽ തന്നെ ഫുട്ബോളിന് ഒരുപാട് സംഭാവന നൽകിയ മഞ്ചേരിയിൽ തന്നെ ഇങ്ങനെ ഒരു സ്റ്റേഡിയം കിടക്കുന്നു എന്നത് വളരെ ഞെട്ടലോടെയാണ് നമുക്ക് നോക്കിക്കാണാൻ കഴിയുക. സൗമ്യ, ഒരുപക്ഷെ സാലി, നമുക്കറിയാം നല്ല മത്സരങ്ങൾ വരാത്തതിന് പോലും കാരണം നല്ല സ്റ്റേഡിയങ്ങൾ ഇല്ലാത്തത് കൂടിയാണ് ഒരു ഭാഗത്ത്. ഇതിപ്പോൾ സിന്തറ്റിക് ട്രാക്ക് അടക്കം ഉള്ള കാര്യം. ഞാൻ തിരികെ വരാം സാലിഹിലേക്ക്. ഉമ്മർ MLA നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഉമ്മർ, ഇവിടെ
പയ്യനാട് സ്റ്റേഡിയമാണ് ഇങ്ങനെ വലിയൊരു അവഗണനയിൽ കിടക്കുന്നത്. ഫെഡറേഷൻ കപ്പ് പോലെയുള്ളൊരു വലിയ മത്സരം നടന്ന സ്റ്റേഡിയം. ഒരുപക്ഷെ അത്തരം മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇതുകൂടിയാണ്. ആ സ്റ്റേഡിയത്തിന്റെ പിന്നീടുള്ള ഉപയോഗപ്പെടുത്തൽ, ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ. ആ തരത്തിലേക്കൊന്നും അദ്ദേഹത്തിലേക്ക് തിരികെ എത്താം. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയമാണ് വലിയ അവഗണനയുടെ വക്കിൽ ഇപ്പോൾ കിടക്കുന്നത്. 2014 ഫെഡറേഷൻ കപ്പ് മത്സരം നടന്ന സ്റ്റേഡിയം കൂടിയാണ് ഇത്. കളിയറാവുകൾ നിലച്ചതോടെ സ്റ്റേഡിയം കാട് കയറി കിടക്കുകയാണ്. മൈതാനത്ത് തന്നെ 15 ലക്ഷം രൂപ മുടക്കി ചെയ്ത ആ മൈതാനത്ത് കള മറിക്കുന്നതിന് പോലും പണം നൽകാനില്ലാത്ത, തൊഴിലാളികൾക്ക് പണം നൽകാനില്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചെന്നിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇൻഡോർ സ്റ്റേഡിയവും സിന്തറ്റിക് ട്രാക്കും ഫ്ലൈറ്റ് ലൈറ്റും ഒക്കെ അന്ന് തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷെ അതൊന്നും ഇതുവരെയും യാഥാർത്ഥ്യമായിട്ടില്ല. സ്വാലിഹിലേക്ക്, ഞങ്ങളുടെ റിപ്പോർട്ടറിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. സ്വാലിഹ്, ഇവിടെ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്താണ്? പലപ്പോഴും കായിക മേഖലയ്ക്ക് പൊതുവിൽ സംഭവിക്കുന്നത്, പ്രത്യേകിച്ച് ഫുട്ബോളിനെ പോലെ നമ്മൾ വലിയ അഭിമാനത്തോടു കൂടി പറയുന്ന കായിക ഇനങ്ങൾക്കൊക്കെ, ഫുട്ബോളിന് പ്രത്യേകിച്ച് വലിയൊരു അവഗണന, മനഃപൂർവ്വമായ അവഗണനയൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായി തന്നെയാണോ വേണോ കാണാൻ? അതോ ചിലരുടെയെങ്കിലും ശ്രീ ഉമ്മർ എം എൽ എ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ ഉമ്മർ എം എൽ എ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു അവഗണന എവിടെയൊക്കെയോ ഉണ്ടാകുന്നുണ്ട്. ഈ പ്രത്യേകിച്ച് നമ്മളുടെ കായിക മേഖലയിലെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഫുട്ബോൾ എന്ന് പറയുന്നത് നമുക്കൊക്കെ എത്രത്തോളം ആവേശമാണ് എന്നറിയാം. അവിടെയാണ് ഫെഡറേഷൻ കപ്പ് പോലെയുള്ള ഒരു മത്സരം നടന്ന ഒരു സ്റ്റേഡിയം ഇങ്ങനെ അനാഥമായി പോകുന്നത്. ശ്രീ ഉമ്മർ. അതെ, അതിപ്പോ സ്പോർട്സ് കൗൺസിലിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന്റെ സ്ഥാപനമാണ്. അപ്പൊ സ്പോർട്സ് കൗൺസിലിനെ അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സ്പോർട്സ് കൗൺസിലിനാണ് അതിന്റെ പൂർണ്ണമായ ഉടമസ്ഥാവകാശമുള്ളത്. അവർ നേരിട്ടാണ് അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഇപ്പൊ ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് 4 കോടി രൂപ അതിനിപ്പോ ഫ്ലഡ് ലൈറ്റിന് വേണ്ടി വെച്ചതിന്റെ ആയിട്ടുണ്ട്. ഇപ്പൊ അതിനെ ടെൻഡർ പ്രോസസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോ ഈ സീസണിൽ തന്നെ അവിടെ നല്ല രീതിയിൽ കളി നടത്താൻ കഴിയും. അതുപോലെ തന്നെ സിന്തറ്റിക് ട്രാക്കിന് വേണ്ടിയിട്ട് പണം വെച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ആയതാണ്. അതങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യാൻ സ്പോർട്സ് കൗൺസിൽ ഒന്ന് ആക്റ്റീവായാൽ മതി, നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ തന്നെ ഫുട്ബോൾ അക്കാദമിക്കിൽ എല്ലാ സൗകര്യങ്ങളുണ്ട്, കെട്ടിടങ്ങളുണ്ട്. അത് ആക്റ്റീവ് ആക്കിയിട്ട് അങ്ങ് കൊണ്ടുപോയാൽ മതി. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ട്. അത് ഈ സ്ഥലമെടുത്ത് മുനിസിപ്പാലിറ്റി സ്പോർട്സ് കൗൺസിലും ആകുമ്പോൾ കുറേം കൂടി ഉത്തരവാദിത്തത്തിൽ നന്നായി നടത്തുമെന്ന് വിചാരിച്ച് അവരെ ഏൽപ്പിച്ചതാ. അപ്പൊ പുതിയ ചെയർമാനും പ്രസിഡന്റും ഒക്കെ അധികാരമേറ്റ സ്ഥിതിക്ക് അവർ നേരിട്ട് ഏറ്റെടുത്ത് ഇപ്പൊ ബഡ്ജറ്റിൽ വരുത്തിയ പണവും അതുപോലെ തന്നെ നമ്മൾ കൊടുത്ത AS-ഉം എല്ലാം ടെൻഡർ നടപടിയാണ് പൂർത്തീകരിച്ചാൽ ഈ വർഷം തന്നെ നമുക്ക് ഇതങ്ങ് കൊണ്ടുപോകാൻ കഴിയും. ഒരു പ്രയാസം ഉണ്ടാവില്ല അതിനകത്ത്. അപ്പൊ അതൊന്ന് സ്പോർട്സ് കൗൺസിൽ ഒന്ന് ആക്റ്റീവ് ആകണം. എനിക്ക് തോന്നുന്നു ശ്രീ ഉമ്മർ, പൊതുവിൽ ഇത്തരം വിഷയങ്ങളിലെല്ലാം കൗൺസിൽ എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും സംശയത്തിന് നിഴലിൽ നിൽക്കുന്നുണ്ട്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ പയ്യനാട് സ്റ്റേഡിയം ആ ഫെഡറേഷൻ കപ്പിന് ശേഷം ഇത്ര നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് നല്ല മത്സരങ്ങൾ, ഒപ്പം തന്നെ നമ്മുടെ കായിക താരങ്ങൾക്കൊക്കെ വലിയൊരു സപ്പോർട്ടൊക്കെ കൊടുക്കാമായിരുന്നു. പൊതുവിൽ തീർച്ചയായിട്ടും. അപ്പൊ ഇങ്ങനെയുള്ള ഇപ്പോ അവിടെ നമുക്ക് അടിസ്ഥാന സൗകര്യമുണ്ട്, നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് അതിലേക്കൊരു ശ്രദ്ധയും കാര്യവും ഉണ്ടാകുകയാണെങ്കിൽ കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഫുട്ബോളിന് ഇന്റർനാഷണൽ തരത്തിലുള്ള കളികൾ നടത്താനുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അവിടെ ഉണ്ട്. ഇപ്പൊ ഈ ഫ്ലഡ് ലൈറ്റിന് വേണ്ടിയിട്ട് വകയിരുത്തിയ 4 കോടി രൂപയുടെ ടെൻഡറും ആയിട്ടുണ്ട്. അപ്പൊ അതങ്ങ് ഉടനെ നടപ്പിലാക്കിയാൽ മതി. ടെൻഡറായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. AS-ആയി 4 കോടി രൂപയുടെ അതങ്ങ് വെക്കുകയാണെങ്കിൽ ഇപ്പൊ കാര്യമായ ഒരു തടസ്സമുള്ളത് ഫ്ലഡ് ലൈറ്റ് ആണ്. അതങ്ങ് വെച്ച് കഴിഞ്ഞ് കളികളങ്ങ് ആരംഭിച്ചാൽ മതി. പക്ഷേ അവിടെ എന്ത് ചെയ്യണമെങ്കിലും സ്പോർട്സ് കൗൺസിലാണ്. ഇപ്പൊ മുനിസിപ്പാലിറ്റിക്കോ മറ്റ് ജനപ്രതിനിധികൾക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് സ്പോർട്സ് കൗൺസിലിന്റെ പൂർണ്ണമായ ഉടമസ്ഥാവകാശത്തിലാണല്ലോ. അവരാണത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും എല്ലാം അവരെടുത്താണ്. അവരാണ് ചെയ്യേണ്ടത്. അവർ ചെയ്യണം. അവിടുത്തെ ഓരോ പ്രത്യേകതയോട് വെച്ച്, പ്രത്യേകിച്ച് ഇൻഡോർ സ്റ്റേഡിയം, ഒരു സിന്തറ്റിക് ട്രാക്ക് ഒക്കെ അന്നത്തെ വാഗ്ദാനത്തിൽ ഉണ്ടായിരുന്നതായിരുന്നു. വാഗ്ദാനല്ല, അതേ പറഞ്ഞു. സിന്തറ്റിക് ട്രാക്ക് ഈ ഉമ്മൻചാണ്ടി അവതരിപ്പിച്ച ബഡ്ജറ്റിലുണ്ട്. അപ്പൊ അതങ്ങ് നടപ്പിലാക്കിയാൽ മതി. അതിനുള്ള പണവും വകയിരുത്തിയിട്ടുണ്ട്. അത് സ്പോർട്സ് കൗൺസില് എന്താ പറയാ, അവരാണ് അതിന്റെ ഉടമസ്ഥരവരാണല്ലോ. അവരെ ചെയ്യണം. MLA എന്നുള്ള നിലക്ക് നമുക്ക് ഇതിന് ഗവൺമെന്റിനെ കൊണ്ട് പണം പൊത്തിക്കാനും അത് ശ്രദ്ധയിൽ കൊണ്ടുവരാനേ കഴിയുള്ളൂ. അത് നടത്തിയിട്ടുണ്ട്. ഇനി അത് അവരാണത് ടേക്കപ്പ് ചെയ്യേണ്ടത്. അവരെ നിയന്ത്രണത്തിലായത് കൊണ്ട് ജനപ്രതിനിധികൾക്ക് ഞങ്ങൾക്ക് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കിട്ടാനല്ലേ പറ്റുള്ളൂ. അപ്പൊ അത് പുതിയ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ചുമതല ഏറ്റിട്ടുണ്ട്. പുതിയ ഗവൺമെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ ശ്രീ TP ദാസൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുന്നുണ്ട്. ശ്രീ TP ദാസൻ, ഇവിടെ സ്പോർട്സ് കൗൺസിലാണ് ഇനി കാര്യങ്ങൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഫെഡറേഷൻ കപ്പ് പോലെ ഒരു മത്സരം നടന്ന ഒരു മൈതാനം കൂടിയാണ്. ശ്രീ TP ദാസൻ, അതൊരു പ്രത്യേക കമ്മിറ്റിയാണ് ആ സ്റ്റേഡിയവും ഒക്കെ ഉണ്ടാക്കിയതും ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടിയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അതിൽ ഇപ്പോഴത്തെ സ്ഥിതി
എന്താണ് എന്നുള്ളത് പെട്ടെന്ന് പറയാൻ കഴിയില്ല. പിന്നെ അതനുസരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ തന്നെ ആ സ്റ്റേഡിയത്തിനും വേണ്ടിയിട്ടുള്ള കാശ് തന്നെ വെച്ചിട്ടുണ്ട്. ശ്രീ ടി പി ദാസ്, നമുക്ക് അറിയാൻ കഴിഞ്ഞത് നേരത്തെ തന്നെ ബജറ്റിൽ ഈ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഇപ്പോൾ ശ്രീ ഉമർ MLA നമ്മളോടൊപ്പം പറഞ്ഞതാണ്, ഈ 2014 ഫെഡറേഷൻ കപ്പ് മത്സരം നടന്നതാണ്. അതിനുശേഷം സിന്തറ്റിക് ട്രാക്കിന്റെ കാര്യത്തിലായാലും ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെയും ബജറ്റിൽ തുക വകയിരുത്തിയിരുന്നതാണ്. അതെ, അല്ല അത് എന്താന്നുള്ളത് നോക്കി എന്തൊക്കെയാണ് ചെയ്യാൻ ബാക്കിയുള്ളത് നോക്കി ചെയ്യും. നമ്മളതൊക്കെ പരിശോധിച്ച് വരുന്നേ ഉള്ളൂ. ഇത് പരിപാലിക്കുന്ന കാര്യത്തിൽ വല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ എന്നുള്ളതടക്കം നോക്കും. എന്തായാലും വലിയൊരു കാശ് ചെലവ് വേണ്ടി വരും ഇതിന്. അതിപ്പം നമ്മളിപ്പോ അഡ്മിനിസ്ട്രേറ്റീവ് ബോർഡ് 31-ാം തീയതി മിനിസ്റ്ററുടെ സാന്നിധ്യത്തിൽ കൂടുന്നുണ്ട്. അതിൽ വെച്ചിട്ട് മൊത്തം കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് ഏതിന് മുൻഗണന കൊടുത്ത് ചെയ്യണം എന്നുള്ളത് ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയം ഒരു അടിയന്തര പ്രാധാന്യത്തോടു കൂടി തന്നെ കാണേണ്ടതാണ്. അടിയന്തര പ്രാധാന്യത്തോട് തന്നെ കാണും. യെസ്, വളരെ നന്ദി ശ്രീ ടി പി ദാസൻ. അപ്പം തന്നെ ശ്രീ ഉമർ MLA അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. 2014 ഫെഡറേഷൻ കപ്പ് മത്സരം നടന്ന മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയമാണ് ഇപ്പോൾ വലിയ അവഗണനയുടെ വക്കിൽ കിടക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ആലോചിച്ച് കൃത്യമായ നടപടി, മുഖ്യമന്ത്രിയുമായൊക്കെ സംസാരിച്ച് കൃത്യമായ നടപടികൾ ഉണ്ടാകും എന്നാണ് ശ്രീ ടി പി ദാസൻ നമ്മോട് ഉറപ്പ് നൽകിയിരിക്കുന്നത്.